ജോഷില, ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു പ്രഭാതമാണ് വയനാട് നിന്നും പങ്കുവെക്കുന്നതെന്ന് ആ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാം. വളരെ പച്ചപ്പും ഹരിതാഭയും പൂക്കളും ഒക്കെ ഉണ്ട് ജോഷില നൽകിയിരിക്കുന്ന ആ ഒരു ഫ്രെയിമിൽ. അപ്പോൾ എന്തായാലും വളരെ നല്ല ഒരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. ആദ്യം തന്നെ പങ്കുവെക്കാനുള്ള വാർത്തയെന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ കോൺഗ്രസിനുള്ളിലെ തർക്കം രൂക്ഷമാകുന്നു. ഇപ്പോൾ ജയിക്കുവാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത കുറച്ച് സീറ്റ് നൽകി തങ്ങളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നു എന്ന KSUവിൻ്റെ ആരോപണം അവിടെ ഉയർന്നു വരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. സിന്ധൂരി പറഞ്ഞ പോലെ നല്ല ഫ്രെയിമായിരിക്കും. ഞാൻ ഫ്രെയിം കാണുന്നില്ല. അനിൽ കല്യാശ്ശേരി നമ്മുടെ ക്യാമറാമാൻ വെച്ച ഫ്രെയിമാണ്. മാത്രമല്ല, എല്ലാവരെയും വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാട്ടിൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് വാർത്ത എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെയൊക്കെ കൊടുത്തിരുന്നത് LDF സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെയും ഒക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെയും ഒക്കെ വാർത്തകളായിരുന്നു. ഒരു ഭാഗത്ത് ഇടതുമുന്നണി വളരെ സ്മൂത്തായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ നടന്നു പോകുന്നു. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം UDFൽ തർക്കങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസിൽ വൻ പ്രതിസന്ധിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പാടെ അവഗണിച്ചു എന്നുള്ള വലിയ പ്രശ്നം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു വിമർശനങ്ങളായിട്ട് അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാദേശിക തലങ്ങളിലും രാജി തുടരുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ടും രാജി തുടരുന്ന ഒരു രൂക്ഷമായ സാഹചര്യത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബത്തേരിയിൽ പ്രാദേശിക നേതാക്കൾ രാജിക്കത്ത് അടക്കം നൽകുന്ന TJ ഐസക്കിന് രാജിക്കത്ത് നൽകുന്ന അവസ്ഥ, DCC പ്രസിഡന്റ് TJ ഐസക്കിന് രാജിക്കത്ത് നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ സിന്ധൂരി പറഞ്ഞതുപോലെ തന്നെ തോമാട്ടുചാൽ, മുട്ടിൽ, കേണിച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പാടെ അവഗണിച്ചു എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവർക്ക് സീറ്റുകളൊന്നും നൽകിയില്ല. അത് വളരെ രൂക്ഷമായ തർക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി DCCയിൽ യോഗങ്ങൾ ചേർന്നു. യോഗത്തിനിടയിൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ DCCയുടെ ഓഫീസിന് നേരെ ഹെൽമെറ്റ് കൊണ്ട് ഏറ് നടന്നു എന്നുള്ളതാണ് പരോക്ഷമായി അറിയാൻ സാധിച്ചിട്ടുള്ള രഹസ്യമായ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതുവരെ കോൺഗ്രസ് നേതാക്കളൊന്നും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ വയനാട്ടിലെ പ്രാദേശിക തലത്തിലുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ ഇതറിയാം. അത്തരത്തിൽ DCC ഓഫീസിന് നേരെ ആക്രമണമുണ്ടാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും DCCയിൽ വൻ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ KSU ഒരു ഭാഗത്ത് വലിയ പ്രശ്നവുമായി നിലകൊള്ളുകയാണ്. KSUവിനെ പാടെ അവഗണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളിൽ മത്സരിപ്പിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് KSUവിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലങ്ങളിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും രാജി ബത്തേരിയിലും അതുപോലെ തന്നെ നെന്മേനിയിൽ നേതാക്കളുടെ കൂട്ടരാജി നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുതുതായി വരുന്നത്. DCC പ്രസിഡന്റ് TJ ഐസക്കിന് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും രാജി നൽകി. ആ രാജിക്കത്താണ് നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KK പ്രേമചന്ദ്രൻ, അഷ്റഫ് വൈക്കാടൻ, സെക്രട്ടറി സുമേഷ് കോളിയാടി എന്നിവരാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ്. അതായത് ഗ്രൂപ്പ് പോര് നമുക്കറിയാം. നേരത്തെ തന്നെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി, കോഴ വിവാദങ്ങൾ, NM വിജയന്റെ മരണം, അതുപോലെ തന്നെ ജോസ് നല്ലയിടത്തിന്റെ മരണം, ആത്മഹത്യ, ഇത്തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി വരികയും ആ ഗ്രൂപ്പ് പോര് അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റി TJ ഐസക്കിനെ DCC പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ഒതുക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം എന്നുള്ളതാണ്. IC ബാലകൃഷ്ണനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി നേതാക്കൾ രംഗത്തേക്ക് വരുന്ന കാഴ്ച തന്നെയാണ്. ഇന്നും ഏകദേശം 11 മണിയോടുകൂടി നമുക്ക് കൂടുതൽ വാർത്തകൾ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂട്ടരാജിയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിന്ധൂരി.